കുളത്തൂപ്പുഴ ഏഴംകുളം കടമാൻകോട് റോഡിൽ വ്യാഴാഴ്ച രാവിലെ സ്ഫോടക വസ്തു കണ്ടെത്തി. ഇത് പിന്നീട് ബോംബ് സ്ക്വാഡ് എത്തി നിർവീര്യമാക്കി. റബ്ബർ പന്തിന്റെ വലിപ്പത്തിലുള്ള സ്ഫോടക വസ്തു വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരാണ് കണ്ടത്. സംശയം തോന്നിയ ഇവർ ഇത് റോഡിൽ നിന്ന് മാറ്റിയ ശേഷം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി പ്രാഥമിക പരിശോധന നടത്തി. തുടർന്ന് വിശദ പരിശോധനയ്ക്കായി ബോംബ് സ്ക്വാഡിനെ വിവരമറിയിച്ചു. 11 മണിയോടെ കൊല്ലത്ത് നിന്നും എത്തിയ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തി ഇത് സ്ഫോടക വസ്തുവാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് നിർവീര്യമാക്കി. നനഞ്ഞ മണലിലും പിന്നീട് വെള്ളത്തിലും നിക്ഷേപിച്ച ശേഷം സ്ഫോടക വസ്തു ബോംബ് സ്ക്വാഡ് പൊളിച്ച് പരിശോധന നടത്തി. പരിശോധനയിൽ ഇതിനുള്ളിൽ നിന്ന് ഗൺ പൌഡർ, കോർക്ക് മുതലായവ കണ്ടെടുത്തു. സാമ്പിൾ ശേഖരിച്ച ശേഷം ഗൺ പൌഡറും മറ്റും വെള്ളത്തിൽ ലയിപ്പിച്ചു കളഞ്ഞു. സ്റ്റീഫൻസൺ, സിന്ദർലാൽ, രാജൻ ബാബു എന്നിവരാണ് ബോംബ് സ്ക്വാഡിലുണ്ടായിരുന്നത്. കൊല്ലം ഡോഗ് സ്ക്വാഡിലെ 206 നമ്പർ പോലീസ് ഡോഗ് തണ്ടറാണ് ഡോഗ് സ്ക്വാഡിനൊപ്പം പരിശോധനയ്ക്കെത്തിയത്. സ്ഫോടക വസ്തു ഉഗ്രസ്ഫോടന ശേഷിയുള്ളതല്ലെന്ന് ബോംബ് സ്ക്വാഡ് പറഞ്ഞു. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഉത്സവം നടന്ന ക്ഷേത്രത്തിലെ കരിമരുന്ന് പ്രയോഗത്തിന് ഉപയോഗിച്ചതിൽപ്പെട്ടവയാകാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ നിഗമനം. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.